എന്താണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നിലപാട്? അത് തന്നെയാണ് ഇന്നത്തെ വാർത്താ പകലിന്റെ ഏറ്റവും വലിയ ആകാംക്ഷ. മുസ്ലിം ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇടതുപക്ഷത്തേക്ക് തന്നെയെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. മത്സര സാധ്യത തള്ളാതെയായിരുന്നു അല്പം മുൻപ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതികരണം. സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ലെന്നായിരുന്നു ഉത്തരം. ഐഡിയോളജിക്കലി ലീഗുകാരനാണെന്നും ലീഗ് രാഷ്ട്രീയത്തിന് നിരക്കാത്തതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണി പറയുന്നു. രണ്ടത്താണി ലീഗിനെ പ്രതിരോധിച്ച നേതാവാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പുകഴ്ത്തുന്നതും നമ്മൾ കേട്ടു. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഒരു ഐഡിയോളജിക്കലി ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ നിന്ന ആളാണ്. ഇന്ന് വരെ പാർട്ടിയുടെ ട്രാക്കിൽ ഒരിക്കലും തെറ്റിപ്പോയിട്ടുള്ള ഒരാളല്ല. ഞങ്ങൾ ഈ പരിസരത്തൊക്കെയുള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. നിങ്ങൾ കാണുന്നത് പോലെ ഒരു സാഹചര്യ മാറ്റമായിട്ടൊന്നും ആരാധന കാണുന്നില്ല. ലീഗിനെ കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിൻ്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെപ്പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അത് MLA ആയിട്ടുണ്ട്. MLA ആവുക മാത്രമല്ല, ലീഗിൻ്റെ പ്രയാസം ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫെൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിൻ്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. എന്ത് മുബഷിർ പി അക്ബറാണ് ചേരുന്നത്. മുബഷിർ, A. വിജയരാഘവൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിലും നിന്ന സമയത്ത് പ്രതിരോധിച്ചയാളാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അപ്പോൾ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായി എന്നത് ചെറിയ കാര്യമല്ല എന്ന് CPM വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇടതു നേതാക്കൾ ചർച്ച നടത്തുന്നു അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ഇപ്പോഴും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 സീറ്റുകൾ, അതിൽ 3 എവിടെ വേണമെങ്കിലും മത്സരിച്ചോളൂ എന്നുള്ള ഓഫർ വരെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെയും ഒപ്പം CPM-ന്റെയും നീക്കങ്ങൾ? വിനീത, അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇപ്പോഴും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. CPM-ന്റെ നേതാക്കൾ തുടർച്ചയായിട്ട് അദ്ദേഹവുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ വിജയരാഘവൻ മലപ്പുറത്തുണ്ട്. അടിയന്തരമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി BP അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ ഒരു നേതാവിനെ ഇടത് സ്വതന്ത്രനായിട്ട് മലപ്പുറത്ത് ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതും CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെ വിലയിരുത്തൽ. പക്ഷേ അബ്ദുറഹ്മാൻ രണ്ടത്താണി ചില ഉപാധികൾ CPM നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്ന മണ്ഡലത്തിൽ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മത്സരിക്കാൻ കഴിയണം എന്ന രീതിയിലുള്ള ഉപാധികൾ ഉൾപ്പെടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇക്കാര്യത്തിൽ മുന്നണിയിലെ മറ്റു ഘടക കക്ഷികളോട് ഉൾപ്പെടെ ചർച്ച ചെയ്തതിനു ശേഷം ഒരു പ്രഖ്യാപനം നടത്താനാണ് CPM തയ്യാറെടുക്കുന്നത്. 3 മണ്ഡലങ്ങളിലേക്കാണ് നിലവിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഒന്ന് തിരൂർ നിയോജക മണ്ഡലമാണ്. അവിടെ നിലവിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. CPM-ആണ് അവിടെ നിലവിൽ മത്സരിക്കുന്നത്. രണ്ടാമത് CPI-ന്റെ മത്സരിക്കുന്ന മണ്ഡലമായിട്ടുള്ള തിരൂരങ്ങാടിയാണ്. അജിത് കൊളാടിയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടിയെ സംബന്ധിച്ച് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് ഒരു താല്പര്യമുണ്ട്. നേരത്തെ മുസ്ലിം ലീഗിന്റെ പരിഗണനാ പട്ടികയിൽ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ വിശ്വസിച്ചിരുന്ന ഒരു മണ്ഡലമാണ് തിരൂരങ്ങാടി. അവിടെ തെന്നല പഞ്ചായത്തിൽ നിന്നും ഒരു വിഭാഗം നേതാക്കളെ കൊണ്ട് ആ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ടെന്നൊരു നേതാവിന്റെ പേര് പറയിപ്പിച്ചതും രണ്ടത്താണി ഈ തിരൂരങ്ങാടിയിലേക്ക് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഇടത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ മത്സരിക്കാനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിൽ CPM-ന് ഒരുമിച്ച് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. CPI-യോട് കൂടി കൂടിയാലോചന നടത്തിയതിനു ശേഷം CPI പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അവർ പിൻവലിക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ച് താല്പര്യമുണ്ട്. ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി സ്വതന്ത്രനായി വരുന്നത് അവരെ സംബന്ധിച്ച് താല്പര്യമാണ്. വിശേഷം മഞ്ചേരിയിൽ ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് CPI മത്സരിപ്പിക്കുന്നത്. ആ സ്ഥിതിയിൽ തിരൂരങ്ങാടിയിലെ ഒരു പരീക്ഷണത്തിൽ അവർ തയ്യാറാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത് താനൂരാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി 2 തവണ വിജയിച്ച മണ്ഡലം, 3-ാം തവണ അബ്ദുറഹ്മാനോട് മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലം. ഈ മണ്ഡലത്തിലേക്കും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മന്ത്രി അബ്ദുറഹ്മാനെ തിരൂർ നിയോജക മണ്ഡലത്തിലേക്ക് CPM മാറ്റി നിയോഗിക്കുകയാണെങ്കിൽ താനൂരിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താനൂർ വേണ്ട എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അബ്ദുറഹ്മാൻ. തിരൂർ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ താനൂരിൽ. നേരത്തെ PK നവാസിനെതിരെ ഒരു പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിനെ പരിഗണിക്കുന്നുവെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി അവിടെ താനൂരിൽ വരികയാണെങ്കിൽ ശക്തനായ ഒരു എതിരാളിയെ അവതരിപ്പിക്കാൻ കഴിയുന്നു CPM-ന് എന്നത് കൂടിയുണ്ടല്ലോ. അപ്പോൾ താനൂരിനായിരിക്കുമോ കൂടുതൽ സാധ്യത? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശേഷം താനൂർ നിയോജക മണ്ഡലത്തിലെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള വ്യക്തിയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നുള്ളത്. 2 തവണ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്.
അവിടെ നിന്ന് പരാജയപ്പെട്ടെങ്കിലും 5 വർഷത്തോളം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തിരൂരിലെ ആശുപത്രിയിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ചുമതലയുള്ള വ്യക്തി കൂടിയാണ് രണ്ടത്താണി. സ്വാഭാവികമായിട്ട് അവിടെ ഇടതുപക്ഷം അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണെങ്കിൽ തീപ്പാറുന്ന പോരാട്ടത്തിന് തന്നെയായിരിക്കും താനൂർ നിയോജക മണ്ഡലം സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. പരാജയ ഭീതി ആശങ്കയുള്ളതുകൊണ്ടുകൂടിയാണ് മന്ത്രിയായുള്ള വി അബ്ദുറഹിമാൻ ആ മണ്ഡലം മാറ്റിത്തരണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ CPM ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തിരൂരിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ CPM നേതൃത്വം തീരുമാനമെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അദ്ദേഹം ഒരു തരത്തിലും പ്രചാരണത്തിന് ഇറങ്ങാത്ത സാഹചര്യത്തിൽ വിജയരാഘവൻ പറഞ്ഞത് അദ്ദേഹത്തെ അനുനയിപ്പിച്ചിട്ടുണ്ട്. താനൂരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ വി അബ്ദുറഹിമാൻ ഉണ്ടാകും. ഏത് മണ്ഡലത്തിലാണെന്ന് അവർ തീരുമാനിച്ചില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും താനൂരിൽ നിന്നും വി അബ്ദുറഹിമാൻ മാറുകയാണെങ്കിൽ നേരത്തെ വി അബ്ദുറഹിമാൻ പരാജയപ്പെടുത്തി അബ്ദുറഹിമാൻ രണ്ടത്താണിയെ ഇടതുപക്ഷം അങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഇവിടെ രണ്ടത്താണിയുടെ നിലപാട് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ആവർത്തിച്ച് നമ്മുടെ റിപ്പോർട്ടർ സോണൽ ചോദിക്കുന്നുണ്ട്, മത്സരിക്കാൻ തയ്യാറാകുമോ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. CPM നേതാക്കളുമായിട്ട് വളരെ നല്ല ബന്ധമാണുള്ളത്. മുസ്ലിം ലീഗ് ഐഡിയോളജിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് ഐഡിയോളജിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് CPM-ലോട്ട് പോകുക എന്നുള്ളത് നേരത്തെയും സംഭവിച്ചിട്ടുള്ളതാണ്. KT ജലീലൊക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നത് താനിപ്പോഴും ലീഗ് ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നുള്ളത് KT ജലീലൊക്കെ തന്നെ പറയുന്നുണ്ട്. ആ രീതിയിൽ അബ്ദുറഹിമാൻ രണ്ടത്താണി ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു CPM-നെ സംബന്ധിച്ച്. ഇനി ബാക്കിയുള്ള ഘടകകക്ഷികൾ CPI പോലെയുള്ള NCP പോലെയുള്ള ഘടകകക്ഷികളുമായിട്ട് കൂടിയാലോചന നടത്തി സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യത്തിലൊരു നിലപാട് അറിയിക്കും. അതുൾപ്പെടെ അറിയിച്ചതിനു ശേഷം അബ്ദുറഹിമാൻ രണ്ടത്താണിയുമായിട്ട് വീണ്ടും ഒരു ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് രണ്ടത്താണിയെ കാര്യമായിട്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടത്തുന്നുണ്ട്. നേരത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും രണ്ടത്താണി പാർട്ടി വിടില്ല. അദ്ദേഹം പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. നിരവധി ആളുകൾക്ക് താല്പര്യമുണ്ടാകുമല്ലോ. സോണൽ കൃഷ്ണയിലേക്ക് കൂടി പോകാം. സോണൽ, നമ്മൾ അബ്ദുറഹിമാൻ രണ്ടത്താണിയോട് മത്സരിക്കുന്നുണ്ടോ, ഇടതുപക്ഷത്തേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് പോലെയാണ് തോന്നുന്നത്. മത്സര സാധ്യത തള്ളുന്നില്ല ഈ ഘട്ടത്തിൽ എന്നതാണ്. ഒരുപക്ഷെ CPM-ഉമായോ മറ്റു ചർച്ചകൾ നടക്കുന്നത് കൊണ്ടുകൂടിയായിരിക്കാം. ഇപ്പോൾ വിജയരാഘവന്റെ പ്രതികരണവും അബ്ദുറഹിമാൻ രണ്ടത്താണിയെ പ്രശംസിച്ചുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ തുടർ നീക്കങ്ങൾ എന്താണ് എന്നതാണ് ആകാംക്ഷ. തീർച്ചയായിട്ടും പ്രധാനമായി പറയേണ്ടത് അബ്ദുറഹിമാൻ രണ്ടത്താണി ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ചർച്ച ഇങ്ങനെ പുരോഗമിക്കുകയാണ്. നമ്മളുമായി അദ്ദേഹം സംസാരിക്കുന്ന സമയത്തും പറയുന്നത് മത്സരിക്കാനുള്ള സാധ്യത അദ്ദേഹം തള്ളുന്നില്ല. ഞാനിപ്പോഴും മുസ്ലിം ലീഗുകാരനാണ്, പക്ഷേ ഇനി മത്സരിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും LDF-ന്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള കോളുകൾ വരുന്നുണ്ട്. നേതാക്കൾ ഉൾപ്പെടെ രണ്ടത്താണിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു തരത്തിൽ അനുനയ നീക്കത്തിന് മുസ്ലിം ലീഗ് ശ്രമിക്കുമ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി അത് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് രണ്ടത്താണി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നേതൃയോഗം കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുകൂടി ഒരു തീരുമാനം CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് വരേണ്ടതുണ്ട്. അതിനുശേഷം തിരൂരങ്ങാടിയാണ് രണ്ടത്താണി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം. അങ്ങനെയെങ്കിൽ CPI-യുമായി ചർച്ച നടത്തിയതിനു ശേഷം ഒരു തീരുമാനം രണ്ടത്താണിയെ അറിയിക്കുമെന്നാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന സാധ്യത അല്ലെങ്കിൽ സൂചന എന്ന് പറയുന്നത്. ഒരുപക്ഷെ താനൂരോ തിരൂരോ കോട്ടക്കിലോ ഈ 3 മണ്ഡലവും കൂടി അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാൻ സാധിക്കുന്നു. എന്തായാലും രണ്ടത്താണി ആവശ്യപ്പെട്ടിട്ടുള്ളത് തിരൂരങ്ങാടി മണ്ഡലമാണ്. അങ്ങനെ ഇരിക്കെ ശരി, തിരൂരങ്ങാടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ ഏത് മണ്ഡലങ്ങളിൽ അബ്ദുറഹിമാൻ രണ്ടത്താണിയെ മത്സരിപ്പിക്കാനായാലും അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ തിരൂരങ്ങാടി CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഒരു മാറ്റം വേണമെങ്കിൽ അവിടെ LDF-ൽ കൂടിയാലോചനകൾ നടക്കണം. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം വരിക. ഏതായാലും നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അബ്ദുറഹിമാൻ രണ്ടത്താണിയുടെ നിലപാട് വ്യക്തമാകും. CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റായി സ്വതന്ത്രനായോ എങ്ങനെയായാലും അബ്ദുറഹിമാൻ രണ്ടത്താണി മത്സരത്തിന് എത്തുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ലീഗുമായി തന്നെ ഇടഞ്ഞു നിൽക്കുകയാണ്. താൻ ഇപ്പോഴും ഐഡിയോളജിക്കലി ലീഗുകാരനാണെന്ന് പറയുമ്പോൾ പോലും ലീഗിനെതിരെ പരസ്യ വിമർശനം ഉയർത്തിക്കൊണ്ട് പുറത്തു വരികയാണ് അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാരിക പ്രതികരണമെന്ന് PMA സലാം പറയുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് KPA മജീദ് പറയുന്നുണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ശത്രുക്കളാണ് എന്ന് തന്നെയാണ്. അപ്പോൾ വലിയൊരു രാഷ്ട്രീയ നീക്കം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മുൻ MLA അബ്ദുറഹിമാൻ രണ്ടത്താണി ഇനി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് നമുക്കറിയണം.